എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ഉറപ്പിക്കുന്നേ നാഥാ. നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിതാ. ഉറപ്പിക്കുന്നേ നാഥാ. നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ മഹത്വമാം നിക്ഷേപം ഞാൻ മായയാൽ സ്വന്തമാക്കുവാൻ പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണവിശ്വാസത്തെയും താൻ ഉറപ്പിക്കുന്നേ നാഥാ. നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ കഷ്ടതയിൽ പാടുവാൻ കഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുളുക നാഥനേ. ഭക്തിയിൽ പൂർണ്ണനാക്കുക കഷ്ടതയിലും പാടുവാൻ കഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുളുക നാഥനേ. ഭക്തിയിൽ പൂർണ്ണനാകുക ഉറപ്പിക്കുന്നേ നാഥാ. നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ഉറപ്പിക്കുന്നേ നാഥാ. നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെയ്യാത്തതും ചെയ്യുന്നതും പാപമാണ് എന്നൊരു വിഷയമാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടുംബങ്ങളെ, ദൈവഭയമുള്ളവർ നന്നായിരിക്കണം. എല്ലാറ്റിലും എപ്പോഴും നന്നായിരിക്കണം. ഒരുവൻ നന്നായിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട് എന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. സാത്താന്റെ വഞ്ചനയിൽ കുടുങ്ങി വഷളായി പോയ മനുഷ്യൻ നന്നായിരിക്കണം എന്ന സൃഷ്ടിതാവായ ദൈവം ആഗ്രഹിക്കുകയും അതിനു വേണ്ടതെല്ലാം നിവർത്തിക്കുകയും ചെയ്തിട്ട് പ്രവാചകന്മാർ മുഖാന്തരവും കർത്താവായ യേശു ക്രിസ്തു നേരിട്ടും അപ്പോസ്തലന്മാർ കൂടിയും കൽപ്പിക്കുകയും മുന്നറിയിപ്പായി നൽകുകയും ചെയ്തതായ അനവധി കാര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെ, അതൊക്കെ ഏറ്റെടുത്ത് അതുപോലെ ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. കർത്താവ് കൽപ്പിച്ചത് ചെയ്യുന്നവർ, കൽപ്പിച്ചിട്ടുള്ള വഴികളിൽ നടക്കുന്നവരായ ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളിലും നന്നായിരിക്കുവാൻ ഇടയായിത്തീരും. പാട്ടുകാരൻ പാടുന്നത് കയ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം എന്നതാണ്. കർത്താവിൻ്റെ അമ്മ മറിയയും കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരായവരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്നതാണ്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് പിറന്നത് മനുഷ്യർ നന്നായിരിക്കുവാനുള്ളത് നിവർത്തിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യർ വീണ്ടെടുക്കപ്പെടേണ്ടതിന്, നന്നായിരിക്കേണ്ടതിന് ആവശ്യമായതെല്ലാം നിവർത്തിച്ചിട്ട് താൻ മനുഷ്യരെ തന്നിലേക്ക് ആകർഷിച്ചു. അവർ ചെയ്യേണ്ടതൊക്കെ കൽപ്പനയായി നമുക്ക് ഏൽപ്പിച്ചു തന്നു. യേശുക്രിസ്തു കൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. വീണ്ടും ജനനവും വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും സത്യത്തിലും ആത്മാവിലുമുള്ള വേർപെട്ട ആരാധനയും വിശുദ്ധ ജീവിതവും സുവിശേഷീകരണ പ്രവൃത്തികളും ആത്മനിറവിൻ ജീവിതവും ഒക്കെ കർത്താവ് നാം ചെയ്യേണ്ടതിനു വേണ്ടി കൽപ്പിച്ചിട്ടുള്ളതാണ്. കൽപ്പിച്ചിട്ടുള്ളതിനെല്ലാം മാതൃകയും കാട്ടിയതിനാൽ കൽപ്പനയുടെ വഴിയും നമുക്ക് വെളിപ്പെടുത്തി തന്നു. നാം നന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ നിത്യമരണം എന്ന ആ വഴി വിട്ടുമാറി നിത്യജീവ വഴിയിൽ പ്രവേശിച്ച് നിത്യജീവന്റെ അവകാശികളായി ജീവിക്കുകയും ദൈവത്തിൻ്റെ അവകാശികളും കർത്താവായ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായി ജീവപുസ്തകത്തിൽ പേരുള്ളവരായി നമ്മെ വിളിക്കുന്നത് വരെ ഭൂമിയുടെ പരപ്പിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹം അനുഭവിച്ച് ജീവിക്കുകയും സാക്ഷികൾ ആയിത്തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. കൽപ്പനാ വഴിയിൽ നടക്കേണ്ട പോലെ നടന്നെങ്കിലേ നാം നന്നായിരിക്കുകയുള്ളൂ എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അടിവരയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർത്ഥാൽ ആത്മീയ സന്തോഷവും സമാധാനവുമുള്ളവരായി ക്രിസ്തുവിൻ്റെ പകരക്കാരായി ഭൂമിയിലെ ശുശ്രൂഷകരായി ജീവിക്കുന്നവർ തങ്ങളുടെ വിളിയിൽ നന്നായിരിക്കുന്നവരാണ്. കൽപ്പനയുടെ വഴിയിൽ അവരവരുടെ ഇഷ്ടപ്രകാരം നടക്കുകയല്ല, നമുക്ക് ബോധിച്ചതുപോലെ കൽപ്പന അനുസരിക്കുകയല്ല. കൽപ്പന തന്നവനായ കർത്താവ് കാണിച്ചു തന്ന മാതൃക പോലെ, പറഞ്ഞു തന്നതുപോലെ ചെയ്യുന്നവരായും നടക്കുന്നവരായും ജീവിക്കുന്നവരായും നാം മാറണം. എന്നാൽ യേശുക്രിസ്തു കൽപ്പിച്ചതുപോലെ ഒന്നും ചെയ്യുവാൻ പലരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പകരം കർത്താവ് പറയാത്തത്, കർത്താവ് കൽപ്പിക്കാത്തത് സത്യമെന്ന് കരുതി ചെയ്തു പോകുന്നവർ ഏറിയ കാലഘട്ടമാണ് നാം പാർക്കുന്ന കാലഘട്ടം. കൽപ്പിക്കപ്പെട്ടതൊന്നും ചെയ്യാതെ കർത്താവ് കൽപ്പിക്കാത്തത് അതെന്തൊക്കെയോ അതൊക്കെ ആരെയോ പ്രസാദിപ്പിക്കുവാനെന്ന വണ്ണം ചെയ്തു തീർക്കുന്നു. അവരെക്കുറിച്ച് വചനം ഇപ്രകാരം പറയുന്നു, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു എന്നാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്.
രണ്ട് ദോഷം അവർ ചെയ്യുന്നു. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു, ചെയ്യരുതാത്തത് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ട് ദോഷങ്ങൾ. പ്രിയരെ, കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാത്തതും കർത്താവ് കൽപ്പിക്കാത്തത് ചെയ്യുന്നതും ഒരുപോലെ പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ നയിക്കുന്നത് ഒരു ക്രിസ്തീയ ജീവിതം. എൻ്റെ വഴി കർത്താവ് കൽപ്പിച്ച വഴിയാണ് ഞാൻ നടക്കുന്നത് എന്ന് കരുതുന്നവർ, നിങ്ങളുടെ അനുസരണവും നടപ്പും ദൈവവചനാനുസൃതമാണോ എന്ന് പരിശോധിച്ചറിയുക. അതെങ്ങനെയാണ് പരിശോധിച്ചറിയാൻ കഴിയുന്നത്? ദൈവവചന കേൾവിയാൽ, ദൈവവചന ധ്യാനത്താൽ. ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. ദൈവവചന കേൾവി, കൂടപ്പുറപ്പുകളെ, കേൾക്കേണ്ടവരിൽ നിന്നും കേൾക്കുക. എല്ലാവരിൽ നിന്നും ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കരുത്. കർത്താവ് നിയമിച്ചാക്കി വെച്ചിരിക്കുന്ന ആത്മനിറവിൻ്റെ ജീവിതം നയിക്കുന്ന, വിശുദ്ധ ജീവിതത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി അവരുടെ ജീവിത നിലവാരം പുലർത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട, വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഉപദേശ സത്യങ്ങൾ നാം കേൾക്കാവൂ, സ്വീകരിക്കാവൂ. എവിടെ നിന്നും എങ്ങനെയും ജീവിച്ചിട്ട്, എങ്ങനെയും നടന്നിട്ട്, എങ്ങനെയും പ്രവർത്തിച്ചിട്ട്, എങ്ങനെയും ശുശ്രൂഷിച്ചിട്ട് ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ ഉപദേശിക്കുന്നത് എന്നുള്ള നിലയിൽ തരുന്ന ഒരു കാര്യവും നിത്യ ജീവിതത്തിൻ്റെ അവകാശികളായി തീർന്ന ദൈവമക്കൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടതില്ല, അങ്ങനെയുള്ളവരെ പിൻപറ്റേണ്ടതുമില്ല. അത് നാശത്തിലേക്കുള്ള വഴിയിലേക്ക് ചെന്ന് അവസാനിക്കുമെന്ന് തിരുവചനം പറയുന്നു. കൂടപ്പുറപ്പുകളെ, അവൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് കൽപ്പിക്കപ്പെട്ട അതുപോലെ അനുസരിച്ച് നിങ്ങൾ നന്നായിരിക്കുവാൻ ഇടയാക്കി തീർക്കുക. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്നായിരിക്കുന്നവൻ, നന്നായിരിക്കുന്നവൾ എന്ന ഉത്തമ ബോധ്യത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം കൈക്കൊണ്ട് ജീവിക്കുക. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ നന്നായിരിക്കുവാൻ, അവരുടെ ശുശ്രൂഷകളിൽ നന്നായിരിക്കുവാൻ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായിരിക്കുവാൻ, അവരുടെ നന്മകളിൽ നന്നായിരിക്കുവാൻ ഇടയായി തീരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം കൽപ്പിച്ചതുപോലെ തന്നെ അനുസരിക്കാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയായിത്തീരണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം പകരണം. അതിനുവേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് പകലിൽ കർത്താവെ വഴി നടത്തുമാറാകണമേ. ദൈവകൃപയാൽ നിറച്ചാട്ട് അനുസരിക്കുന്നവരുടെ മേൽ അനുഗ്രഹം വെളിപ്പെടുത്താമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് അങ്ങനെയുള്ള ജീവിതങ്ങളുടെ മേൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ, ഉപജീവന മാർഗങ്ങളുടെ മേൽ, കുടുംബജീവിതങ്ങളുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് പകലിൽ അവർ നന്നായിരിക്കത്തക്ക നിലവാരത്തിൽ ചില മറുപടികളും വിടുതലുകളും കൽപ്പിച്ച് മാനിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.